പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ UDF വരുന്നത് കേവലം അധികാരം പിടിച്ചെടുക്കുവാൻ മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് കൂടിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നും കേരളം ഇനി മുന്നിലേക്ക് കുതിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുമളിയിൽ പറഞ്ഞു. പൊതുയുഗയാത്രയ്ക്ക് ഇടുക്കി ജില്ലയിലെ അടിമാലി, നെടുങ്കണ്ടം, കുമളി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. യാത്രയുടെ ജില്ലയിലെ പര്യടനം തൊടുപുഴയിൽ സമാപിക്കും. പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാവും. ഇവർ വരുന്നത് കേവലം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് കൂടിയാണ് എന്ന് കേരളത്തിൽ. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, UDF വേണ്ടി ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല, ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കും. പുതുയുഗ യാത്രയ്ക്ക് 9ാമത് ജില്ലയിലാണ് ഇന്ന് സ്വീകരണം നൽകിയത്. സമ്മേളനത്തിന് മുന്നോടി രാവിലെ 8:30 അടിമാലി ക്ലബ്ബിൽ സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഭാത ഫേരി സംഘടിപ്പിച്ചു. കർഷക സംഘടനാ നേതാക്കൾ, ആദിവാസി ഗോത്ര സംഘടനാ പ്രതിനിധികൾ, വ്യാപാരികൾ, ദളിത് സംഘടനാ പ്രതിനിധികൾ, തോട്ടം തൊഴിലാളി പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലയിലെ പ്രവർത്തകർ പങ്കാളികളായി. തുടർന്ന് യാത്രയ്ക്ക് അടിമാലി, നെടുങ്കണ്ടം, കുമളി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ജില്ലയിലെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പുറമെ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളും സർക്കാരിന്റെ വിഷയം തുറന്നുകാട്ടിയാണ് യാത്ര. ഓരോ സ്ഥലത്തും യാത്രയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ് ലഭിക്കുന്നതായി നേതാക്കൾ വ്യക്തമാക്കി. കുമളിയിലെ സ്വീകരണം NK പ്രേമേന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ ആന്റണി ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട്, അഡ്വക്കേറ്റ് സിറീഖ് തോമസ്, സ്ഥിരം ജാഥാംഗങ്ങളായ ബെന്നി ബെഹനാൻ, VK ശ്രീകണ്ഠൻ, ഷാനിമോൾ ഉസ്മാൻ, M ഷംസുദ്ദീൻ, മോൻസ് ജോസഫ്, CP ജോൺ, അനൂപ് ജേക്കബ്, മണിസി കാപ്പൻ എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ സംസാരിച്ചു. വൈകിട്ട് ചെറുതോണിയിലും തൊടുപുഴയിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും. ഇടുക്കി വിഷൻ, കുമളി.